കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനം അടിയന്തരമായി ഇറക്കി. ബോംബ് ഭീഷണിയെ തുടർന്നാണ് നാഗ്പൂരിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, തുടർ പരിശോധനകൾ ഏത് പ്രകാരമാണ്? മറ്റ് വിശദാംശങ്ങൾ. അനുജ, മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയ വിമാനമായിരുന്നു. തുടർന്നത് ആഭ്യന്തര സർവീസിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് ഇന്ന് 9:31 കൂടിയാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. ഈ വിമാനത്തിനാണ് ഇമെയിൽ വഴി ഒരു ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. തുടർന്ന് അധികൃതർ വിമാനത്തിന് ഈ വിവരം കൈമാറുകയും വിമാനം അടിയന്തരമായി തന്നെ നാഗ്പൂരിൽ ലാൻഡ് ചെയ്യുകയുമാണ് ചെയ്തത്. ഈ ഭീഷണി സന്ദേശത്തെ തുടർന്ന് വിമാനത്തിൽ ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നത് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തിയാൽ മറ്റു വിമാനങ്ങളായിരിക്കും ഇതിനായി പ്രത്യേകം തയ്യാറാക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ സുരക്ഷാ പരിശോധനകൾ നടക്കുകയാണ്. ഇതിൽ 157 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളുമാണ് ഉള്ളത് എന്ന വിവരം കൂടി ഇപ്പോൾ ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ വിമാനത്തിൽ ഇപ്പോൾ സുരക്ഷാ പരിശോധനകൾ നടക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തരമായി തന്നെ നാഗ്പൂരിൽ ലാൻഡ് ചെയ്തത്. വിമാനത്തിൽ പരിശോധനകൾ നടക്കുകയാണെന്നതാണ് അച്യുതൻ നൽകിയ വിവരം.